ഇന്നാണെങ്കിൽ എണീറ്റപ്പോൾ തന്നെ തീരെ വയ്യായിരുന്നു. നല്ല ജലദോഷവും തലവേദനയൊക്കെ ഉണ്ട്, പനിക്കോളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോയില്ല. അപ്പോൾ ഇന്നത്തെ വാട്ടൈറ്റിനിടെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നല്ല കുരുമുളക് പൊടി ഇട്ട നല്ലൊരു കട്ടൻ ചായ കുടിച്ചു. നല്ല ചൂടോടെ കുടിച്ചപ്പോൾ നല്ല ആശ്വാസം കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് ചോറുണ്ടു. എത്ര പനി വന്നാലും ഞാൻ ചോറേ കഴിക്കത്തുള്ളൂ കേട്ടോ. കഞ്ഞി കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നല്ല പയറുപ്പേരിയും കൂട്ടി അതങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പനിക്കുള്ള ഗുളിക അങ്ങ് കഴിച്ചു കേട്ടോ. അത് കഴിച്ച് കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങി എണീറ്റതിന് ശേഷം ഭയങ്കര വിശപ്പായിരുന്നേ. അപ്പോൾ അവിടെ കുട്ടികൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ ചിപ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് എടുത്ത് കഴിച്ചു. അതിനുശേഷം ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നപ്പോഴേക്കും പിന്നെയും വിശപ്പങ്ങ് തുടങ്ങി. അപ്പോഴേക്കും ഞാനൊരു KFC അങ്ങ് ഓർഡർ ചെയ്തേ. അത് കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. KFC കഴിച്ചിട്ട് എനിക്ക് മതിയായില്ല കേട്ടോ. എനിക്ക് ഈ പനിയൊക്കെ വരുമ്പോഴാണ് കേട്ടോ കൂടുതലും ഓരോരോ സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നുക. അപ്പോൾ ഉച്ചയായപ്പോൾ ചോറ് കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാഗി അങ്ങ് ഉണ്ടാക്കി കഴിച്ചു. നിങ്ങൾക്ക് എങ്ങനെയാണ് അസുഖമൊക്കെ വരുമ്പോൾ ഓരോന്നൊക്കെ കഴിക്കാനായിട്ട് തോന്നും? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചു. അത് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി. പിന്നെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കിണ്ണത്തപ്പം പോലൊരു സാധനം കൊടുന്നു, അതും കഴിച്ചു. രാത്രി ഞാൻ പിന്നെയും ചോറാണ് കേട്ടോ കഴിച്ചത്. ചോറും പിന്നെ ചെമ്മീൻ ചമ്മന്തിയും പിന്നെ നല്ല ഉണക്കലും കൂട്ടിയിട്ടാണ് കഴിച്ചത്. എനിക്ക് എന്താണെന്നറിയില്ല, രാത്രി അത് തിന്നാനാണ് എനിക്ക് തോന്നിയത്. ചെമ്മീൻ്റെ ചമ്മന്തി കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അപ്പോൾ അതുണ്ടാക്കി കഴിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ പനിയുടെ ഒരു ഗുളിക എടുത്ത് കഴിച്ചു. പനി എന്തായാലും മാറണമല്ലോ, നാളെ എന്തായാലും ജോലിക്ക് പോകണം. അപ്പോൾ ഇതേ ഇന്നത്തെ വാട്ടായിട്ടിനിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ടൊന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.